ബി.ജെ.പി. പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി കേരളത്തിലെ നിരവധി കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ പോയി സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി ഇപ്പോൾ ബി.ജെ.പിയിൽ എത്തിയിരിക്കുന്ന വ്യക്തി പി.സി. ജോർജാണ്. പി.സി. ജോർജിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന അദ്ദേഹം വിവിധ കേരള കോൺഗ്രസ് പാർട്ടിയിലെ നേതാവായിരുന്ന കാലമല്ല, മുസ്ലിം സമുദായത്തെ, പേരെടുത്ത് പറയാൽ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിച്ച, നിരവധിയായ പരാമർശങ്ങൾ നടത്തി കേസെടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ്. എന്നാൽ ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഈ അഭിമുഖത്തിൽ അദ്ദേഹം പറയും, ഞാൻ അപ്പോഴുണ്ടായ ഒരു വികാരത്തിന്റെ പുറത്ത് എന്നൊക്കെ പറയും, ഞാൻ അവരോട് ക്ഷമ ചോദിക്കുകയാണെന്ന്. പൂഞ്ഞാറിൽ മത്സരിക്കുന്ന പി.സി. ജോർജിന് മാനസാന്തരം ഉണ്ടായതാണോ? പി.സി. ജോർജിന് മാനസാന്തരം? പി.സി. ജോർജിന് അങ്ങനെയാണെങ്കിൽ മാനസാന്തരങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കെ.എം. മാണിയുടെ പാർട്ടിയിൽ നിന്ന് കെ.എം. മാണിക്ക് രണ്ടാമനാവാമെന്ന് തീരുമാനിച്ചു. ജോസ് കെ. മാണി വന്നപ്പോൾ കെ.എം. മാണിയെ പാര വെച്ച് പുറത്ത് ചാടി സ്വന്തമായി കേരള കോൺഗ്രസുകൾ ഉണ്ടാക്കിയ ആളാണ് പി.സി. ജോർജ്. പി.സി. ജോർജ് അടിസ്ഥാനപരമായി എന്താണ് എന്ന് പറയണമെങ്കിൽ കുറെ ബുദ്ധിമുട്ടുണ്ട്. അയാൾ ഇപ്പം ചെന്ന് ചേർന്നിരിക്കുന്ന അയാളുടെ ശരിക്കുള്ള ലാവണത്തിലാണ് ബി.ജെ.പിയിൽ. ഒരു കാലത്ത് SDPI യോഗങ്ങളിൽ നിരന്തരം പോയിരുന്ന ആളാണ് പി.സി. ജോർജ്. എന്നോട് തർക്കിച്ചിട്ടുണ്ട്, നിങ്ങൾ മുസ്ലിങ്ങളെ തീവ്രവാദികളെന്ന് വിളിക്കരുത്, അവരുടെ ഗതികേടും കൊണ്ടാണ്. പൂഞ്ഞാറിലെയും അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലെയൊക്കെ മുസ്ലിം വോട്ടുകൾ എൻ ബ്ലോക്കായി പി.സി. ജോർജിന് കിട്ടിയിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അയാൾ ഒറ്റയ്ക്ക് അവിടെ ജയിച്ച ആ ഇലക്ഷനുണ്ട്. ആ ഇലക്ഷനിൽ 3 മുന്നണിയും തോൽപ്പിച്ചു. ജയിച്ച ഇലക്ഷനിൽ പി.സി. ജോർജിന് അവിടുത്തെ മുസ്ലിം വോട്ട് എൻ ബ്ലോക്കായി കിട്ടി. പ്രത്യേകിച്ചും ഈരാറ്റുപേട്ട, പൂഞ്ഞാർ എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ മുസ്ലിം വോട്ട് കിട്ടി. പിന്നെ അയാൾക്ക് മാനസാന്തരം വരുന്നു, രൂപഭേദം വരുന്നു. അങ്ങനെ അയാൾ കേരളം കണ്ട ഏറ്റവും വലിയ, ഒരുപക്ഷെ വെള്ളാപ്പള്ളിയുമായി നേരിട്ട് മത്സരിച്ചാൽ ആര് ജയിക്കുന്ന ഉറപ്പില്ലാത്ത തരത്തിലുള്ള 2 പേരാണ് കേരളത്തിലെ ഏറ്റവും വലിയ. ശശികല ടീച്ചറൊക്കെ പിന്നെ ബി.ജെ.പി. ആയിപ്പോട്ടെ, ബി.ജെ.പി. ആകാതെ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം വിരുദ്ധ ഇസ്ലാമോഫോബിക് പരാമർശം നടത്തിയ ഒരാളാണ് പി.സി. ജോർജ്. പി.സി. ജോർജ് ഇസ്ലാമോഫോബിക് പരാമർശം നടത്തിയിട്ട് നമ്മൾ ആ കേസിന്റെ ഒക്കെ തമാശയുണ്ട്. യഥാർത്ഥത്തിൽ ജാമ്യം കിട്ടാത്ത കേസാണ് അയാൾക്കെതിരെ. അയാളെ അറസ്റ്റ് ചെയ്ത രീതി, അയാളെ വിട്ട രീതി ഒക്കെ കണ്ടാൽ അയാൾക്ക് വളരെ കൃത്യമായും ഭരിക്കുന്ന ഗവൺമെന്റ് പിന്തുണയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അയാളെ അത് വളരെ ക്ലിയർ ആണ്. അയാൾക്കൊരു പേരുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ഇസ്ലാമോഫോബിയ പിണറായി വിജയനും താല്പര്യമുള്ള ഒരു സാധനമാണ്. അത് നമുക്ക് മുമ്പ് അറിയാം, വെള്ളപ്പള്ളി നടച്ചിട്ടൊക്കെ. അപ്പൊ ഇവിടെ പ്രശ്നം എന്താ? ഇദ്ദേഹം ഇപ്പോൾ മാപ്പ് ചോദിച്ചിരിക്കും. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഒരാൾ ബി.ജെ.പിയിൽ നിന്നപ്പോൾ അയാൾ കുറെ പരാമർശം നടത്തി. സന്ദീപ് വാര്യർ അയാൾ കോൺഗ്രസിൽ വരുമ്പോൾ അയാൾക്ക് മാപ്പ് ചോദിക്കാം. കാരണം ഞാൻ അന്ന് എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വാദിച്ചതാണ്, ഞാൻ രാഷ്ട്രീയ പാർട്ടി വിട്ടു. CPM കോൺഗ്രസിലേക്കോ, കോൺഗ്രസ് CPM-ലേക്കോ ഒക്കെ പറയാം. പക്ഷേ ഒരാൾ ബി.ജെ.പിയിലേക്ക് വന്നിട്ട് ഇസ്ലാമോഫോബിയ ഇല്ല എന്ന് പറയുമ്പോഴാണ് അതിൽ ഫലിതം. ഈ രാജ്യത്ത് മുഴുവൻ ഇസ്ലാമോഫോബിയ പടർത്തുകയും ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം വിരുദ്ധതയും വർഗീയതയും പറയുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ മാനസാന്തരം വന്നു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അയാൾ കുളിച്ചത് സെപ്റ്റിക് ടാങ്കിലാണെന്ന് പറയേണ്ടി വരും. സെപ്റ്റിക് ടാങ്കിൽ കുളിച്ചു, ഇനി ഞാൻ ശുദ്ധനായി എന്ന് പറയുന്നാൽ ചാണകക്കുഴിയിൽ കുളിച്ച് ശുദ്ധനായി ഞാൻ എന്ന് പി.സി. ജോർജ് പറയുന്ന രൂപത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ നിൽക്കുന്നത്. ഒന്നാമത് ഇപ്പോ ബി.ജെ.പിക്ക് പോലും അങ്ങനെ പറയാൻ പറ്റില്ല. ആ അർത്ഥത്തിൽ പച്ചയായിട്ട് വല്ല ശശികല ടീച്ചർക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ളവർക്ക് പറയാന്നല്ലാതെ ബി.ജെ.പി. പറഞ്ഞാൽ നിയമവിരുദ്ധമാണ്. പ്രശ്നം എന്ന് വെച്ചാൽ നിയമവിരുദ്ധമാണ് കൂടിയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ വർഗീയത ഉപയോഗിക്കുന്നു എന്നല്ല. ഇപ്പൊ ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ ചെയ്ത വിഡ്ഢിത്തന്മാര്, അതുപോലെ ഗുരുവായൂരപ്പന്റെ നാട് ഹിന്ദുക്കളുടെ നാടാന്നൊക്കെ പറഞ്ഞ എന്ത് ഗുരുവായൂരപ്പൻ? അവിടെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. ഈ ഗുരുവായൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പന്റെ അമ്പലമല്ല. അതിന് എന്നിട്ടാണ് അയാൾ പറഞ്ഞത്. അയാൾക്ക് ഇപ്പൊ ഇനി ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യത. കേസ് പോയിട്ടുണ്ട്, KSUകാർ കേസ് പോയിട്ടുണ്ട്, ഇപ്പോൾ അവസാനം DYFIക്കാരും കേസ് പോയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഇപ്പോൾ മാപ്പ് പറയുന്നത് ശുദ്ധമായ തട്ടിപ്പല്ലേ? എല്ലാവർക്കും മനസ്സിലാവില്ലേ? ഞാൻ ബി.ജെ.പിയിൽ വന്നിട്ട് മാപ്പ് പറയാം. ഒരുപക്ഷെ ഈ ഹിറ്റ്ലറുടെ കാലത്ത് ഹിറ്റ്ലർ ആളുകളെ മുഴുവൻ കൊന്നൊടുക്കിയിട്ട് അവസാനം ഹിറ്റ്ലർ വന്നൊരു മാപ്പ്, എനിക്ക് ജൂതവിരോധമില്ല എന്ന് ഹിറ്റ്ലർ എന്ന് പറയുന്ന പോലെയുള്ള ഒരു തട്ടിപ്പാണ്. ഒരുപക്ഷെ അയാളോട് ബി.ജെ.പിക്കാർ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയൊക്കെ പറയണം, അല്ലെങ്കിൽ നടക്കില്ല എന്ന്. പക്ഷെ കേരളീയ സമൂഹം എങ്ങനെയാണ് പി.സി. ജോർജിനെ കാണുന്നത് എന്നത് കൃത്യമായ ആ അടയാളം പി.സി. ജോർജിന് വീഴുകയും അതിനുശേഷം തൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പൂഞ്ഞാറിലെ മുസ്ലിം സഹോദരന്മാരുടെ വോട്ട് കിട്ടാൻ ഞാൻ
രാഷ്ട്രീയം മുസ്ലിം വിരുദ്ധനല്ല, അല്ലെങ്കിൽ പറഞ്ഞതൊക്കെ വൈകാരികമായി. ഞാൻ ചോദിക്കണം, ഒരാള് യഥാർത്ഥത്തിൽ ഒരാളെ വൈകാരികമായി പറയുന്ന എപ്പോഴാണെന്നറിയും? എന്തുകൊണ്ടാണെന്നറിയും? അയാൾ ഉള്ളിൽ അതുള്ളതുകൊണ്ടാണ്. നമ്മൾ ദേഷ്യം വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള സാധനം പുറത്തേക്ക് വരിക ഒരാളോട്. അത് ഞാൻ പറഞ്ഞ ഇസ്ലാമോഫോബിയ പുറത്തേക്ക് വരിക, ഒരു മതവിദ്വേഷം പുറത്തേക്ക് വരിക. ദേഷ്യപ്പ് വേറെ ഉണ്ടാവും, പക്ഷെ മതവിദ്വേഷം അർത്ഥത്തിൽ പുറത്തേക്ക് വന്നൊരു കാലമാണ്. അന്ന് അദ്ദേഹം BJP കൂടെ പോലും അല്ല. ഇത് പറയുമ്പോൾ BJP കൂടെ ഉറച്ചു വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. മറ്റേ പൂഞ്ഞാറിലെ ഈരാറ്റുപേട്ടയിലേക്ക് മുസ്ലിം സഹോദരന്മാരെ കുറിച്ച്. അപ്പൊ തീർച്ചയായിട്ടും ഇയാളുടെ ഉള്ളിൽ കറ പോലെ കെട്ടിക്കിടക്കുന്നതാണ് ഈ ഇസ്ലാമോഫോബിയ. അത് അയാൾ ഇല്ലയെന്ന് പറഞ്ഞാലും ഉണ്ടെന്ന് പറഞ്ഞാലും അതിൽ ഇനി ജനങ്ങൾക്ക് യാതൊരു സംശയം ഉണ്ടാവില്ല. ഇനി അയാൾക്ക് വല്ല ബോധക്ഷയം വന്ന് വല്ല ബുദ്ധി മാറ്റി വയ്ക്കുക അങ്ങനെ വല്ലതൊക്കെ ചെയ്താൽ മാറുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ മാറാനൊരു സാധ്യതയില്ല. ഒരു ഇഞ്ച് പോലും PC ജോർജിന് കേരളത്തിലെ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ, മുസ്ലിങ്ങൾ മാത്രമല്ല, വർഗീയതയ്ക്ക് എതിരായി ചിന്തിക്കുന്ന ആരും PC ജോർജിനെ വിശ്വസിക്കില്ല.